എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന എല്ലാ ആളുകളും എന്തായാലും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട, അതായത് ചെക്ക് ചെയ്യേണ്ട ഒരു 2 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്പാം കോൾസ്, അതായത് മെസ്സേജുകൾ, ആപ്ലിക്കേഷൻസ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, എന്ത് വേണ്ട എല്ലാ സോഫ്റ്റ്വെയറും നമ്മളെ മൊബൈലിൽ നിന്ന് ചെയ്യുമ്പോൾ മൊബൈലിൽ അത് സ്പൈബർക്കിലൂടെ, അതായത് ഹാക്ക് ചെയ്യാനൊക്കെ ചാൻസ് കൂടുതൽ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേറെ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഈ മെസ്സേജുകൾ, ഇപ്പോൾ ഒരുപാട് ലിങ്കുകളൊക്കെ നമ്മളെ മെസ്സേജിൻ്റെ ഇൻബോക്സിലേക്ക് വരും. 10,000 രൂപ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ലിങ്കിൽ നിന്ന് ഇത്ര പൈസ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ മെസ്സേജസ്, അതേപോലെ ഫേസ്ബുക്ക്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മളെ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് അത് ചെക്ക് ചെയ്യാം. നമ്മളെ മൊബൈൽ ഫോർവേഡ് ആവുന്നുണ്ടോ, ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡ് അടിച്ച് കഴിഞ്ഞ് അതങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഇറേസ് ചെയ്യാം എന്നുള്ള ഒരു കോഡും കൂടി ഉണ്ട്. 2 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായി കാണുന്ന ആളുകൾ, എൻ്റെ വീഡിയോ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക അറിയാത്ത ആളുകൾക്കായിട്ട്. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഡയൽ പാഡ് ജസ്റ്റ് തൊട്ട് കഴിഞ്ഞതിന് ശേഷം *#21# എന്നിട്ട് എന്ത് ചെയ്യുക, ഡയൽ ചെയ്യുക. അപ്പോൾ MMI കോഡ് സ്റ്റാർട്ടഡ് എന്ന് വരും. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെ വരിക: കാൾ ഫോർവേഡിങ്, വോയിസ് നോട്ട് ഫോർവേഡഡ്, ഡാറ്റ നോട്ട് ഫോർവേഡഡ്, ഫാക്സ്, SMS, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ അതിനർത്ഥം ഇതൊന്നും ഫോർവേഡ് അല്ല, അത് ഇപ്പോൾ സേഫായിട്ടാണുള്ളത്. അതല്ലാതെ ഇതിൽ മെസ്സേജ് നമ്മൾ നോക്കിയിട്ട് എന്തെങ്കിലും അബ്നോർമലായിട്ടുള്ള സംഭവങ്ങൾ മെസ്സേജസിൽ കണ്ടു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാം, നമുക്ക് അതിന് വേറൊരു കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് അങ്ങനെ എന്തെങ്കിലും ഫോർവേഡ് ആയിട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോഡിലൂടെ അത് കംപ്ലീറ്റ് നമുക്കത് ഇറേസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആ കോഡും കൂടി ഞാൻ ഇവിടെ പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ അടുത്ത കോഡ് നമ്മൾ #002 വീണ്ടും #, ഇത് കൊടുത്തിട്ട് നമ്മൾ ഡയൽ ചെയ്യാം. അപ്പോൾ MMI കോഡ് സ്റ്റാർട്ടഡ് കണ്ടോ. അപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് വരും: കാൾ ഫോർവേഡിങ് എൻഷുർ വാസ് സക്സസ്ഫുൾ. എൻഷുർ അല്ല, ഇറേസർ. കാൾ ഫോർവേഡിങ് ഇറേസർ വാസ് സക്സസ്ഫുൾ. അതിനർത്ഥം അങ്ങനെ എന്തെങ്കിലും നമ്മളെ ഫോണിൽ ഫോർവേഡ് ചെയ്യുക മെസ്സേജ്, എങ്ങനെ സ്പാമിലോ എന്തെങ്കിലും പെട്ടിട്ടുണ്ട്, ഹാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് എങ്കിൽ, മെസ്സേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇറേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റത്തത് *#21# ഇത് ചെയ്തിട്ട് നമ്മൾ ഡയൽ ചെയ്യുക. അപ്പോൾ MMI കോഡ് സ്റ്റാർട്ടഡ് എന്ന് വരും. ഇങ്ങനൊരു സംഭവം വരും. ഇത് നമ്മൾക്ക് റീഡ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, #002# കൊടുത്തു കഴിഞ്ഞാൽ കാൾ ഫോർവേഡിങ് ഇറേസർ വാസ് സക്സസ്ഫുൾ. അപ്പോൾ നമ്മളത് മൊബൈൽ സേഫായി മീൻസ് അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനൊന്നും ഹാക്ക് ചെയ്യാനോ അങ്ങനെ സ്പാമിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ മൊബൈലിൽ നിന്ന് ഇറേസർ ചെയ്തു പോകുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും, ഇത് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ അറിയാത്ത ആളുകൾക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം അറിവുകൾക്കായിട്ട്, ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾക്കായി നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, ഇനിയും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.